നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ 2 IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അത് ആരൊക്കെയാണ്, അവരുടെ പേര് വി.ഡി. സതീശൻ പുറത്തു പറയുമോ എന്നതടക്കമുള്ള ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. നീക്കത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല എങ്കിൽ പേരുകൾ വെളിപ്പെടുത്തുമെന്നും വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം താക്കീത് നൽകി. അത്തരത്തിൽ വി.ഡി. സതീശൻ അവരുടെ പേര് വെളിപ്പെടുത്തുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. CBI അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ 2019 നടന്ന മോഷണം 2024 ആവർത്തിക്കുമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് അന്വേഷണം പതുക്കെയായി. അത് ഹൈക്കോടതിയും ശരിവെച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദമാണ് SITക്ക് മീതെ ചുമത്തുന്നത്. മര്യാദയുടെ പേരിൽ അവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ല. ഈ നീക്കത്തിൽ നിന്ന് അവരും മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറിയില്ലെങ്കിൽ പേരുകൾ പുറത്തുവിടും. അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിച്ച് പാളിച്ചകൾ കണ്ടെത്തിയാൽ പറയും. ബിഗ് ഗൺസ് എന്ന് കോടതി എടുത്തു പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ പങ്ക് പുറത്തു വരുമോ എന്ന് നോക്കാം. SIT അല്ല CBI ആണ് വേണ്ടതെന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കേരള പോലീസ് പോകരുതെന്നും വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചിരിക്കുകയാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം കോടതിയിൽ അപേക്ഷ നൽകും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. ദേവസ്വം ബോർഡ് അംഗങ്ങളായ N. വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും വൈകാതെ ചോദ്യം ചെയ്യാനും തീരുമാനമായിരിക്കുകയാണ്. ഇരുവരെയും കേസിൽ പ്രതി ചേർക്കാത്തത് എന്താണ് എന്നടക്കമുള്ള ചോദ്യം ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ A. പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമെന്നായിരുന്നു ഇവർ നൽകിയ മൊഴി. എന്നാൽ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമെന്നായിരുന്നു പത്മകുമാർ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് SIT കണ്ടെത്തിയത് 109 ഗ്രാം സ്വർണ്ണമാണ്. പണിക്കൂലിയായാണ് 109 ഗ്രാം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വാങ്ങിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കേസിൽ നേരത്തെ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെ 12ാം പ്രതിയായും ഗോവർദ്ധനെ 13ാം പ്രതിയാക്കിയുമാണ് FIR. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടുതൽ പിടിച്ചെടുത്തതോടെയാണ് പങ്കജ് ഭണ്ഡാരിയെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. 1 കിലോയ്ക്കടുത്ത് സ്വർണം എടുത്തിട്ടുണ്ടെന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വിൽപ്പനയ്ക്കായി ഗോവർദ്ധനെ ഏൽപ്പിച്ചിരുന്നത് 477 ഗ്രാം സ്വർണമാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയായി 97 ഗ്രാം സ്വർണം നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതൊക്കെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ IPS ഉദ്യോഗസ്ഥരുടെ പേര് അദ്ദേഹം പുറത്തുവിടുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യമായി നിലവിൽ ഉയരുകയാണ്. എന്തായാലും വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകമായി മാറുകയാണ് കേസിനെ സംബന്ധിച്ച്. അതേസമയം KP ശങ്കരദാസും N. വിജയകുമാറും മുൻകൂർ ജാമ്യം തേടി നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. KP ശങ്കരദാസിനും N. വിജയകുമാറിനും 26ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഇരുവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 2 തവണ ചോദ്യം ചെയ്തിരുന്ന ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സ്വർണ്ണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് 2019 ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമാണെന്നാണ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റെ മൊഴി. അതിനാൽ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമെന്നാണ് അവകാശവാദം. അതിനാൽ വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമായി മാറുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയത് ദാവൂദ് മണി എന്ന വിഗ്രഹ കടത്തുകാരനെ കുറിച്ചുള്ള സൂചനയും ഏറ്റവും നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇയാളുമായി ബന്ധമുണ്ടെന്ന് വ്യവസായി മൊഴി നൽകിയതായാണ് സൂചന. ദാവൂദ് മണിയും പോറ്റിയുമായി തിരുവനന്തപുരത്ത് വെച്ച് പഞ്ചലോക വിഗ്രഹങ്ങളുടെ ഇടപാട് നടത്തിയതായും മൊഴിയിൽ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ വിവരങ്ങളാണ് വ്യവസായിയെ സംബന്ധിച്ചുള്ള സൂചനയുണ്ടായിരുന്നത്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വിദേശ വ്യവസായി ചില വിവരങ്ങൾ പങ്കുവച്ചതായി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഈ വ്യവസായിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദാവൂദ് മണിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന സൂചനകൾ കിട്ടിയിട്ടുള്ളത്. ദാവൂദ് മണി അഥവാ ഡി മണി ചെന്നൈയിലുള്ള വ്യക്തിയാണെന്നാണ് വിവരം. വിഗ്രഹക്കടത്ത് പോലുള്ള ഇടപാടുകൾ ഇയാൾക്കുണ്ട് എന്നും SITക്ക് കിട്ടിയ മൊഴികളിൽ വ്യക്തം.
തിരുവനന്തപുരത്ത് വെച്ച് വിഗ്രഹം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ദാവൂദ് മണിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും മറ്റൊരു വ്യക്തി കൂടി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായോ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലോ ദാവൂദ് മണിക്ക് ബന്ധമുള്ളതായി മൊഴിയില്ല. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള വിഗ്രഹക്കടത്തുകാരുമായി മറ്റു ബന്ധമുണ്ടെന്ന് തനിക്ക് അറിയാമെന്നാണ് വ്യവസായി മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയം സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ നൽകിയ ജാമ്യഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന് സ്പോൺസർ എന്ന നിലയിൽ 2019 മുൻപ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ഗോവർദ്ധന്റെ ഹർജിയിൽ പറയുന്നത്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 30 വീണ്ടും പരിഗണിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണ്ണമാണ് തനിക്ക് കിട്ടിയത്. ഇത് ശബരിമല സ്വർണ്ണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ DD ആയി 10 ലക്ഷവും 10 പവന്റെ മാലയും ശബരിമലയ്ക്ക് സംഭാവന നൽകി. ആകെ 1.5 കോടിയിലധികം രൂപ ശബരിമലയ്ക്ക് നൽകിയെന്നും തട്ടിപ്പായിരുന്നു തന്റെ ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവന നൽകില്ലായിരുന്നുവെന്നും ഹർജിക്കാരൻ പറയുന്നു. ബെല്ലാരിയിലെ തന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണ കട്ടികൾ കസ്റ്റഡിയിലെടുത്തതെന്നും ഈ സ്വർണത്തിന് ശബരിമല സ്വർണവുമായി ബന്ധമില്ല എന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും വേർതിരിച്ചെടുത്ത സ്വർണം വാങ്ങിയ ഗോവർദ്ധനെ കഴിഞ്ഞ ദിവസമായിരുന്നു SIT അറസ്റ്റ് ചെയ്തത്. അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ബെല്ലാരിയിലെ ഗോവർദ്ധൻ മുമ്പ് ശബരിമലയിൽ സമർപ്പിച്ച 10 പവൻ മാല കണക്കിൽപ്പെടുത്താതെ ദേവസ്വം ബോർഡ് ശബരിമലയിലെ വേർതിരിച്ച സ്വർണം കൈപ്പറ്റിയതിന്റെ പ്രായശ്ചിത്തമായി ഗോവർദ്ധൻ നൽകിയ 10 പവന്റെ മാലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മഗസറിൽ രേഖപ്പെടുത്താതെ ശബരിമലയിൽ സൂക്ഷിച്ചത്. ഗുരുതര വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന വിലയിരുത്തലുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. 2021 ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഗോവർദ്ധൻ മാല കൈമാറിയത്. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മാല മാളികപ്പുറത്ത് സമർപ്പിച്ചത്. എന്നാൽ സമർപ്പിച്ച മാല ബോർഡ് മഗസറിൽ രേഖപ്പെടുത്തിയില്ല. കണക്കിൽപ്പെടാതെ ശബരിമലയിൽ ഇത് സൂക്ഷിക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്ക് ശേഷമാണ് മാല മഗസറിൽ രേഖപ്പെടുത്തിയത്. ശബരിമലയിലെ വേർതിരിച്ച സ്വർണം കൈപ്പറ്റിയത് മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രായശ്ചിത്തം ചെയ്തുവെന്നും അറസ്റ്റിലായ ഗോവർദ്ധൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.